തകർന്നു കിടക്കുന്ന പ്രപഞ്ചം. അതാ അല്ലാഹു തആല ജിബ്രീലിനോട് പറയും, ജിബ്രീലേ, നിങ്ങളും മരണപ്പെടണം. എന്റെ തീരുമാനം സുനിശ്ചിതമാണ്. എല്ലാവരും മരണത്തെ രുചിക്കും എന്ന എന്റെ തീരുമാനം. അങ്ങനെ അതാ ജിബ്രീൽ മരണം ആസ്വദിക്കുന്നു. പിന്നീട് അതാ ഇസ്രാഫീലും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മരിക്കുന്നു. അതാ മുഖറബീങ്ങൾ മരണപ്പെടുന്നു. ഇനി അസ്രായീൽ ബാക്കിയുണ്ട്. അല്ലാഹു ചോദിക്കും, അസ്രായീലേ, ഇനി ആരാണ് ബാക്കിയുള്ളത്? ഈ വിനീതനായ ഞാനുണ്ട്, ഒരിക്കലും മരണം വരിക്കാത്ത അല്ലാഹുവേ, ഹയ്യുൽ ഖയ്യൂമായ നീയുമുണ്ട്. അല്ലാഹു അസ്രായീലിനോട് പറയും, അസ്രായീൽ, നീയും മരിക്കണം. അങ്ങനെ സ്വർഗനരകങ്ങളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് ഫയസീഹു സൈഹ, അസ്രായീൽ ഒരു ഘോര അട്ടഹാസത്തോടു കൂടി മരിക്കുകയാണ്. നോക്കൂ, എല്ലാവരും അങ്ങനെ മരിക്കുന്നു. അല്ലാഹു തകർന്നടഞ്ഞു കിടക്കുന്ന പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, എവിടെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ, എവിടെ അഹങ്കാരികൾ, എവിടെ സ്വേച്ഛാധിപതികൾ? ആരും മറുപടി പറയില്ല. അല്ലാഹു തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സമസ്താധികാരവും ഏകനായ അല്ലാഹുവിൽ മാത്രമാണ്. എന്നിട്ട് അല്ലാഹു ജിബ്രീലിനെ ജീവിപ്പിക്കും, പിന്നീട് ഇസ്രാഫീലിനെ ജീവിപ്പിക്കും, പിന്നീട് അസ്രായീലിനെ ജീവിപ്പിക്കും. അല്ലാഹു തആല ഇസ്രാഫീലിനോട് പറയും, ഇസ്രാഫീൽ, ഒന്നുകൂടി ഊത്. അങ്ങനെ ആ കാഹളത്തിൽ ഇസ്രാഫീൽ മൂന്നാമതായിട്ട് ഊതുകയാണ്. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, മറ്റൊരിക്കൽ കൂടി ആ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫഇദാഹും ഖിയാമുൻ യൻളുറൂൻ, എല്ലാവരും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഊതലിന്റെ ഇടയിൽ മാബൈനൻ നഫ്ഖതൈൻ 40 കൊല്ലമുണ്ട്, 40 ഉണ്ട്. സഹാബത്ത് അബൂ ഹുറൈറയോട് ചോദിച്ചു, 40 കൊല്ലമാണോ, 40 മാസമാണോ, 40 ദിവസമാണോ? അബൂ ഹുറൈറ പറയുകയാണ്, അബൈതു, ഞാൻ വിസമ്മതിക്കുന്നു. പ്രവാചകൻ അത് പറഞ്ഞില്ല, 40 എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ ഒരു 40 കഴിഞ്ഞു പോകും. അത് കൊല്ലമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു മൂന്നാമത് ഊതുന്നതിനു മുമ്പ് ഫയൻസിലുല്ലാഹു മതറാ കമനീർ റിജാൽ, പുരുഷന്റെ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുകയാണ്. ഫയംബുതൂൻ, മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം, ഖബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു, എഴുന്നേൽക്കുന്നു. കമായംബുതുൽ ബഖലു, സസ്യലതാദികളും ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന, ഈ കൊഴുത്ത ദ്രാവകം മുഖേന ആളുകളെല്ലാം എഴുന്നേൽക്കുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ലൈസ ശൈഉം മിനൽ ഇൻസാനി ഇല്ലാ യബ്ലാ, മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ്. ഇല്ലാ അജ്ബുൽ ദനബ്, അജ്ബുൽ ദനബ് ഒഴികെ മിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അല്ലാഹു പുനഃസംവിധാനം ചെയ്യുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്. അജ്ബുൽ ദനബ്, നട്ടെല്ലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത്. മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണതുള്ളത്. നോക്കൂ, ബാക്കിയെല്ലാം മണ്ണ് തിന്നും. ഈ അജബുൽ ദനബ് ഒഴികെ അതിൽ നിന്ന് വീണ്ടും അല്ലാഹു അവനെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, പിന്നെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മണ്ണിൽ വെക്കും. ചിലരെന്ത് ചെയ്യും? ചെതയിൽ വെച്ച് കത്തിക്കും. ചിലരോ ഇലക്ട്രിക് ചെയറിലിരുത്തി ആ ശവത്തെ ദഹിപ്പിക്കും. അപ്പോ ഈ ഭാഗവും നശിച്ചു പോകില്ലേ എന്ന് ചോദിച്ചു. സുഹൃത്തുക്കളെ, ഒരു വസ്തുവിനെ ഇതിനെ കത്തിച്ചത് കൊണ്ട് ഇത് നശിച്ചു പോകുന്നില്ല. കത്തിച്ചാൽ അത് വീണ്ടും നമുക്കത് വായിക്കാൻ പറ്റും. അത് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നതേ ഉള്ളൂ.
നോക്കൂ, ആ ഭാഗം നശിക്കുകയില്ല. അജബുൽ ദനബ് എന്ന് പറയുന്ന പാർട്ട്, നട്ടലിന്റെ മൂലയിൽ കൂർത്ത ഇരുമ്പ് പോലുള്ള ആ ഭാഗം, അത് മണ്ണ് തിന്നുകയില്ല. അതിൽ നിന്ന് വീണ്ടും മനുഷ്യനെ സംയോജിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു തന്നത് ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ മൂന്നാമത്തെ ഊതലോടുകൂടി അതാ ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, എല്ലാവരും ഖബറുകളിൽ നിന്ന്, എല്ലാവരും ബർസഖി ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അല്ലാഹു പറയുന്നു, ആകാംക്ഷയോടുകൂടി അവരെല്ലാം നോക്കിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. യൻളുറൂൻ, എങ്ങോട്ടാണ് ഇനി, എന്താകും അവസ്ഥ? മുത്തുനബി പറയുകയാണ്, നോക്കൂ, അവർ എഴുന്നേൽക്കുന്നത് മഹ്ശറയിലേക്കാണ്. യുഹ്ശറുന്നാസു ഉറാതൻ ഉഫാതൻ ഉറാതൻ ഗുർലാ, അന്ന് ജനങ്ങളെ അല്ലാഹു എഴുന്നേൽപ്പിക്കും. ഉഫാതൻ, നഗ്നപാതരായിരിക്കും, കാലിൽ ചെരുപ്പ് കാണുകയില്ല. ഉറാതൻ, നഗ്നരായിരിക്കും, അവർക്ക് ഉടുതുണി കാണുകയില്ല. ഉർലാ, അവര് ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലുമായിരിക്കും. നഗ്നരായിട്ട്, നഗ്നപാതരായിട്ട് എല്ലാവരും അതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇനി വിചാരണയുണ്ട്, ഇനിയാണ് സിറാത്ത് പാലം കടക്കേണ്ടത്, ഇനിയാണ് കർമ്മങ്ങൾ തൂക്കുന്ന മീസാനിൽ നമ്മുടെ കർമ്മങ്ങൾ വെച്ച് തൂക്കപ്പെടുന്നത്. ശഫാഅത്തുണ്ട്, ഹൗലുൽ കൗസറുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നാളെ മഹ്ശറയിൽ നീ സമാധാനം തരണേ അല്ലാ. നോക്കൂ, എല്ലാവരും നഗ്നപാതരായി, നഗ്നരായി, ഉടുതുണിയില്ലാതെ മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുമ്പോ മഹദി ആയിഷ ഉമ്മ ചോദിച്ചു റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലേ, അർരിജാലു വന്നിസാഉ യൻളുറു ബഅലുഹും ബഅലാ, ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം നഗ്നത കാണില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക. ആയിഷ, അന്നത്തെ ചിന്ത നഗ്നത നോക്കലല്ല, എല്ലാവരും അന്ന് നഫ്സി നഫ്സി എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. കഠോരമായിരിക്കും അവരുടെ ചിന്ത, ആ ഭാഗത്തേക്ക് അവർ ചിന്തിക്കുന്നതല്ല. അങ്ങനെ സഹോദരങ്ങളെ, അവരെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. നോക്കൂ, 3 രൂപത്തിലാണ് മഹ്ശറയിലേക്ക് എത്തുന്നത്. ഒന്ന് മുഷാത്തൻ, കാൽനടയാത്രക്കാരായിക്കൊണ്ടാണ്. മറ്റൊന്ന് റുക്ബാന, അല്ലാഹു ചിലർക്ക് വാഹനങ്ങൾ കൊടുക്കും. പടച്ചവനാ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. മൂന്നാമതൊരു വിഭാഗം അതാ അവര് വഅലാ വുജൂഹിഹിം, അവരുടെ മുഖത്ത് എഴഞ്ഞുകൊണ്ടാണ് മഹ്ശറയിലേക്ക് എത്തുക. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് മുഖം കൊണ്ട് നടക്കുക? മുത്തുനബി പഠിപ്പിച്ചു, 2 കാലിൽ നടത്തിയ റബ്ബിന് മുഖം കൊണ്ട് നടത്താൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്ന് നടന്ന് ചിലര് മഹ്ശറയിലേക്ക് വരും. നോക്കൂ, ചിലര് വാഹനത്തിലായിരിക്കും. വാഹനത്തിൽ അല്ലാഹു നമുക്ക് നല്ല വാഹനങ്ങൾ നൽകട്ടെ. നോക്കൂ, ഉളഹിയ്യത്ത് അറുക്കാൻ പറഞ്ഞത് നല്ല വാഹനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു സമ്മിനു ലഹായാക്കും, നിങ്ങളുടെ ബലിമൃഗത്തെ പുഷ്ടിപ്പെടുത്തിക്കോ. ഫൈനഹാ അലസ്സിറാത്തി മതായാക്കും, അത് സിറാത്തിൽ നിങ്ങളുടെ വാഹനമാണ്, വാഹനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹ്ശറ എന്താണ്? മഹ്ശറ അന്ന് വെളുത്ത ഭൂമിയായിരിക്കും, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധമായ മണ്ണായിരിക്കും. ഉടഞ്ഞെടുത്ത ഉന്നം പോലെ, കടഞ്ഞെടുത്ത പഞ്ഞി പോലെ വെളുവെളുത്ത ഭൂമിയായിരിക്കും മഹ്ശറ. എല്ലാവരും മഹ്ശറയിലേക്ക് വരികയാണ്, എല്ലാവരും മഹ്ശറയിലേക്ക് വരികയാണ്. യൗമഇദി യസ്ദുറുൻ നാസു അഷ്താതൻ ലിയുറൗ അഅമാലഹും, അതാ കൂട്ടം കൂട്ടമായിട്ട് ആളുകളെല്ലാം മഹ്ശറയിലേക്ക് എത്തുകയാണ്. ലിയുറൗ, അവർക്ക് കാണിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, അഅമാലഹും, അവരുടെ കർമ്മങ്ങളുടെ അനന്തരഫലം, അവർ ചെയ്തു കൂട്ടിയതിന്റെ പ്രതിഫലം, അവർ ചെയ്തതിന്റെ വേതനം അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടി എല്ലാവരും കൂട്ടം കൂട്ടമായി മഹ്ശറയിലേക്ക് എത്തുകയാണ്.
ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, അണുമണി തൂക്കം നന്മ ചെയ്താൽ യറഹു, നാളെ പരലോകത്തിൽ അതിനെ അവൻ കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ യറഹു, അതും അവൻ കാണുന്നതാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ സയ്യാത്തുകൾ ഹസനാത്തായി രൂപാന്തരപ്പെടുവിപ്പിച്ച് അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി നമ്മുടെ റെക്കോർഡിംഗ് യൂണിറ്റുകളിൽ ആരും നമ്മളെ വിമർശിക്കാൻ ഇടവരാതെ പഴുതില്ലാതെ നാളെ റബ്ബിന്റെ മുമ്പിൽ പരിശുദ്ധനായി കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എല്ലാവരും മഹ്ശറയിലേക്ക് എത്തുകയാ. നോക്കൂ മഹ്ശറ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തുദുന ശംസു അലാ ഖദ്രി മീലിൻ, അന്ന് ശംസിനെ, ഒരു സൂര്യനെ അല്ലാഹു റെഡിയാക്കും. അതാ അത് ഒരു ചാൺ മുകളിൽ ഒരു മീൽ എന്നാ പറഞ്ഞത്. സുറുമക്കുപ്പിക്കും അതിന്റെ കോലിനും മീലെന്ന് പറയും, ഒരു മൈൽ അകലത്തിനും മീലെന്ന് പറയും. നോക്കൂ, സൂര്യനെ വളരെ അടുത്ത് കൊണ്ടുവന്ന് അല്ലാഹു നിർത്തുന്ന ദിവസം ഫയകൂനുൻ നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അർക്, ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അമലുകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങുന്ന ദിവസമാണ്. മുത്തുനബി പറഞ്ഞു, ചിലരുടെ നെരിയാണി വരെ, ചിലരുടെ വിയർപ്പ് മുട്ട് വരെ, ചിലരുടേത് അരവരെ, ചിലരുടേത് അതാ തൊണ്ടക്കുഴി വരെ. വമിൻഹും മൻ യുൽജിമഹുൽ അറഖു ഇൽജാമാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുഹൃത്തുക്കളെ, വിയർത്ത് കുളിച്ച് ചൂടിൽ അതാ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. എത്ര വർഷം അവര് നിൽക്കും? മുത്തഫിഫീനിൽ അല്ലാഹു പറഞ്ഞു, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുന്നിൽ, കോടതിയിൽ റബ്ബിന്റെ വിചാരണയും കാത്ത് അവര് നിൽക്കുന്ന ദിവസം എത്ര ആള് അവിടെ നിൽക്കേണ്ടി വരും? അല്ലാഹു പറഞ്ഞു, തറുജുൽ മലായികതു വറൂഹു ഇലൈ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 കൊല്ലം. നോക്കൂ, ആ ദിവസത്തിന്റെ ദൈർഘ്യം 50000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അല്ലാഹു പടച്ചവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ആ ദിവസത്തെ ഇത്രമാത്രം ദൈർഘ്യമാക്കിയതെന്താ? ഇത്രമാത്രം നീണ്ട ദിവസമോ? മുത്തുനബി പറഞ്ഞു, യുഖഫഫു വ ഇന്നഹു ലയുഖഫഫു അലൽ മുഅ്മിനി. ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് ആ 50000 കൊല്ലത്തിന്റെ ദൈർഘ്യം അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കും. ഒരു ഫർള് നമസ്കാരത്തിന്റെ സമയം കണക്കേ, ഒരു ഫർള് നമസ്കാരത്തിന്റെ 2 റക്അത്തുള്ള സുബഹിയുടെ കണക്കനുസരിച്ച് ആ 50000 കൊല്ലം അല്ലാഹു ആ മുഅ്മിനിന് വേണ്ടി ചുരുക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ദിവസം അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. നോക്കൂ, ഖബറുകളിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറയിലെത്തി തളർന്ന് ക്ഷീണിച്ച ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അതാ സ്വാഗതം അരുളുന്നു. ഹബീബായ മുത്ത് അവിടത്തെ തൃക്കരം കൊണ്ട് അതാ നല്ല സുന്ദരമായ മധുര ആ പാനീയം വിതരണം ചെയ്യുകയാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തീർച്ചയായിട്ടും അവിടത്തേക്ക് നാം തന്നിട്ടുണ്ട് അൽ കൗസർ. ആ കൗസർ എന്ന് പറയുന്ന പാനീയം അതൊരു നദിയാണെന്നും അതൊരു ഹൗളാണെന്നും ജലാശയമാണെന്നും റിപ്പോർട്ടുണ്ട്. അതിന്റെ പാത്രങ്ങൾ, കോപ്പകൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര കോടികളെ പോലെയാണ്. അബിയളു മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്തതാണ്. അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മാധുര്യമുള്ളതുമാണ്. അബ്റദു മിനസ് സൽജ്, മഞ്ഞിനേക്കാൾ ഐസിനേക്കാൾ തണുത്തതുമാണ്. ആ തണുത്ത, ആ വെളുത്ത ആ പാനീയം കുടിച്ചാൽ ഫമൻ ശരിബ മിൻഹു ലാ യളമഉ ബഅദഹു അബദാ, പിന്നീട് അവൻ ഒരിക്കലും ദാഹം അനുഭവിക്കേണ്ടി വരില്ല. അല്ലാഹു മുത്തിന്റെ കൈകൊണ്ട്, ഹബീബായ മുത്തിന്റെ കൈകൊണ്ട് കൗസർ അല്ലാഹു കുടിപ്പിക്കട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ.
ജീവിതത്തിൽ സുന്നത്തുകൾ ചെയ്തോ, ജീവിതത്തിൽ സുന്നത്തുകൾ ചെയ്തോ. മുത്തുനബിക്ക് സുന്നത്തുകൾ വളരെ ഇഷ്ടമാണ്. ഫർളുകൾക്ക് പുറമെ സുന്നത്തുകളും ചെയ്തോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ വിയർപ്പിൽ മുങ്ങി കുളിക്കുമ്പോൾ ആളുകൾ പറയും, ഒന്ന് നരകത്തിലേക്കെങ്കിലും വിട്ടാൽ മതിയായിരുന്നു, ഒന്ന് തീരുമാനിക്കപ്പെട്ടാൽ മതിയായിരുന്നു. എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു വിചാരണയ്ക്ക് വേണ്ടി. നോക്കൂ, അല്ലാഹു വരാൻ, അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി വരാൻ. അതാ ജനങ്ങൾ പരസ്പരം ശഫാഅത്ത് ആഗ്രഹിക്കും. ആളുകളെല്ലാം പോകും അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക്. അവര് വന്നിട്ട് പറയും, അല്ലാഹു സ്വന്തം കരം കൊണ്ട് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരല്ലേ, മാനവകുലത്തിന്റെ പിതാവല്ലേ, അല്ലാഹു അസ്കനകൽ ജന്ന സ്വർഗത്തിൽ താമസിപ്പിച്ചവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണം. അപ്പോൾ അതാ ആദം അലൈഹിസ്സലാം പറയും, ഞാൻ ഇന്ന് ഭയപ്പെടുകയാണ് റബ്ബിന്റെ കോപം. എന്റെ റബ്ബ് ഇന്നത്തതുപോലെ കോപിച്ചിട്ടില്ല. വിലക്കപ്പെട്ട കനി, വലാ തഖറബാ ഹാദിഹി ഷജറ, നിങ്ങൾ രണ്ടുപേരും ഈ മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പേരിൽ ഞാൻ ഇന്ന് പടച്ചവന്റെ കോപം ഭയപ്പെടുകയാണ്. നിങ്ങൾ പോകണം ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ അടുത്തേക്ക്. ആളുകളെല്ലാം നൂഹ് നബിയുടെ അടുത്തേക്ക് വരും. വന്നിട്ട് പറയും, 1000-ലധികം കൊല്ലം ജീവിച്ചവരല്ലേ, 980 വർഷം പ്രബോധനം ചെയ്തവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമോ? നൂഹ് നബി പറയും, ശൈഖുൽ അംബിയ. നൂഹ് നബി പറയും, ഞാൻ അങ്ങനെ ശഫാഅത്ത് ചെയ്യാം, എന്റെ റബ്ബനോട് കോപിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം എല്ലാ നബിമാർക്കും അല്ലാഹു ഒരു ദഅവത്ത് കൊടുത്തിരുന്നു, പ്രാർത്ഥന. ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ സമുദായത്തിനെതിരെ വിനിയോഗിച്ചു. റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഈ ഭൂമുഖത്ത് സത്യനിഷേധികളുടെ ഒരു ഭവനവും നീ വെച്ചേക്കല്ലേ. അങ്ങനെയാണ് തൂഫാൻ, പ്രളയമുണ്ടായി, എല്ലാവരും മുങ്ങിച്ചത്തത്. അതുകൊണ്ട് നിങ്ങൾ പോകണം, നിങ്ങൾ പോകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹുവിന്റെ ആത്മപുത്രം ഇബ്രാഹിം നബിയുടെ മുന്നിൽ ചെല്ലണം. എല്ലാവരും ഇബ്രാഹിം നബിയുടെ മുന്നിൽ വരും. ഇബ്രാഹിം നബിയോട് ജനങ്ങൾ പറയും, അല്ലാഹു ഹുല്ലത്ത് നൽകിയില്ലേ, അല്ലാഹുവിന്റെ ആത്മ സുഹൃത്തല്ലേ, അവിടുന്ന് ശഫാഅത്ത് ചെയ്യണം. അപ്പോൾ ഇബ്രാഹിം നബി പറയും ജനങ്ങളോട്, ഞാൻ ഇന്ന് വളരെയധികം ഭയപ്പെടുന്നു, എന്റെ റബ്ബ് കോപിക്കുമോ എന്ന്. ഞാൻ 3 കളവുകൾ, കളവല്ലെങ്കിലും കളവ് പോലെ തോന്നുന്ന 3 പരാമർശം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടുകയാണ് റബ്ബിനെ. നിങ്ങൾ പോകണം കലീമുല്ലാഹി മൂസാ, മൂസാ നബിയുടെ അടുത്തേക്ക്. എല്ലാവരും മൂസാ നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അല്ലാഹുമായി സംസാരിച്ചവരല്ലേ, തൗറാത്ത് നൽകപ്പെട്ടവരല്ലേ, ഞങ്ങളെ ഈ മുങ്ങിത്താഴുന്ന ഈ കഠിന ചൂടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തുമോ, അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമോ? ആ സമയം മൂസാ നബി പറയും, ഞാൻ ഇന്ന് റബ്ബിനെ ഭയപ്പെടുകയാണ്, എന്റെ റബ്ബനോട് കോപിക്കുമോ? ഞാൻ ഇസ്രായേലിക്ക് വേണ്ടി ഒരു കിബത്തിയെ ഒറ്റയടിക്ക് ഞാൻ കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഞാൻ റബ്ബിന്റെ കോപം ഇന്ന് ഭയപ്പെടുകയാണ്. നിങ്ങൾ പോകണം മറിയമിന്റെ പുത്രൻ ഈസായുടെ അടുത്തേക്ക്. എല്ലാവരും ഈസബനു മറിയമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുമ്പോ ഈസാ നബി ദുഃഖിതനാണ്, വ്യാകുലനാണ്. ഈസാ അലൈഹിസ്സലാം പറയും, ഇന്നെന്റെ റബ്ബനോട് ചോദിക്കും, യാ ഈസാ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ ഈസബനു മറിയമേ, നീയും നിന്റെ ഉമ്മയും മാതാവും മറിയമും പറഞ്ഞോ ജനങ്ങളോട്, എന്നെ കൂടാതെ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ രണ്ടുപേരെയും ഇലാഹാക്കാൻ, ആരാധന മൂർത്തികളാക്കാൻ പറഞ്ഞുവോ എന്ന് ചോദിക്കുന്ന ദിവസമാണിന്ന്. അല്ലാഹു കോപിക്കുമോ എന്ന ഭയപ്പാടിലാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണം. ഖാതിമുൻ നബിയീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ, ആശിഖു മുഹിബ്ബീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ പ്രവാചകന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം. എല്ലാവരും മുത്ത് നബിയുടെ മുന്നിൽ വന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ പറയും, അനലഹ അനലഹ,
ഞാനതിന് അർഹനാണ്, ഞാനതിന് അർഹനാണ്. അങ്ങനെ അതാ മുത്തുനബി നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അല്ലാഹു തആല നമ്മുടെ ഹബീബിന് നബി തിരുമേനിക്ക് കൊടുക്കുന്ന ഈ സ്ഥാനമാണ് മഖാമും മഹ്മൂദ്. ഏറ്റവും വലിയ ശഫാഅത്താണ് ഈ ശഫാഅത്ത്. അതിനു പുറമെ അല്ലാഹുവിന്റെ റസൂൽ വേറെ 4 ശഫാഅത്ത് കൂടി ചെയ്യും. ശഫാഅത്തിനെ പറ്റി പറയാനുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. നോക്കൂ, മഹ്ശറയിൽ വെച്ച് കാരുണ്യത്തിന്റെ തിരുദൂതൻ, നമ്മുടെ വിമോചകൻ ഹബീബായ മുത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നബിയെ, ഉറക്കം മാറ്റി വെച്ചുകൊണ്ട് നിശയുടെ നിശബ്ദതയിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബി, അവിടുന്ന് തഹജ്ജുദ് നമസ്കരിക്കണം നബിയെ. നാഫിലതൻ ലക, ഇത് താങ്കൾക്ക് 5 വഖത്തിന് പുറമേ കൂടുതലാണ്. 6ാമത്തെ ഒരു നേരം അവിടുന്ന് തഹജ്ജുദ് നമസ്കരിക്കണം നബിയേ. അസാ അൻ യബ്അസക റബ്ബുക, അങ്ങയെ അല്ലാഹു യാത്രയാക്കും മഖാമൻ മഹ്മൂദാ, സ്തുത്യർഹമായ സ്ഥാനത്തേക്ക്. ആ സ്ഥാനമാണിത് സുഹൃത്തുക്കളെ. അങ്ങനെ നബി തിരുമേനി അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. അതാ അല്ലാഹു തആല ജനങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി വരികയാണ്. അല്ലാഹു ഹബീബിനോട് പറയും, മുത്തുനബി സുജൂദിൽ വീഴും. യാ മുഹമ്മദ് സൽ തുഅത ഇശ്ഫഅ തുശഫഅ, മുഹമ്മദേ ഇർഫഅ റഅസക്, തല ഉയർത്തു ചോദിക്കൂ തരാം, ശഫാഅത്ത് ചെയ്യൂ, അങ്ങയുടെ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടും. അതാ അല്ലാഹു വരികയാണ് വിചാരണയ്ക്ക് വേണ്ടി വരികയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വയഹ്മിലു അർശ റബ്ബിക്, നിന്റെ റബ്ബിന്റെ സിംഹാസനം ചുമക്കുന്നു. ഫൗകഹും യൗമഇദിൻ സമാനിയ, 8 മലക്കുകൾ ചുമന്നുകൊണ്ട് അർശിനെ ചുമന്നുകൊണ്ട് വരികയാണ്. വജാഅ റബ്ബുക്, നിന്റെ റബ്ബ് വരികയാണ്. വൽ മലക്കു സഫൻ സഫാ, മാലാകമാർ അണിയണിയായി 7 ആകാശത്തിലെയും മലക്കുകൾ അതാ മഹ്ശറക്ക് ചുറ്റിലും സഫ് സഫായിട്ട് നിൽക്കുകയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടും, നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും. 70,000 കടിഞ്ഞാണ് കൊണ്ട് നരകത്തെ വലിക്കും. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ഉണ്ടാകും. അങ്ങനെ 70,000 മലക്കുകൾ ജഹന്നമിനെ അതാ മഹ്ശറയിൽ നിൽക്കുന്ന രൂപം ആളുകൾക്ക് കാണപ്പെടുമാറ്. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ, നരകത്തെ ഹാജരാക്കുമെന്ന് ഖുർആൻ. അല്ലാഹു ഈ ദിവസത്തെ കുറിച്ചോർത്ത് ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ അല്ലാഹു സുകൃതങ്ങളും കർമ്മങ്ങളും ചെയ്ത് 5 നേരം റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കാൻ, ഒരുപാട് ദിക്റുകളും സ്വലവാത്തുകളും ഉരുവിട്ടുകൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വരുമ്പോ അന്നത്തെ അവസ്ഥ സൂറത്ത് സുമറിൽ അല്ലാഹു പറയുന്നു, മഹ്ശറ മുഴുവനും പ്രകാശിക്കും. വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, അന്ന് മഹ്ശറ ഭൂമി പ്രകാശിക്കുകയാണ്. ബിനൂരി റബ്ബിഹാ, റബ്ബിന്റെ നൂറ് കൊണ്ട് പ്രകാശം കൊണ്ട് മഹ്ശറ പ്രകാശിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വജീഅ ബിൻ വവുദിഅൽ കിതാബ്, അതാ ഗ്രന്ഥം കിതാബ് കൊണ്ടുവരപ്പെടുകയാണ്. എല്ലാവരുടെയും കർമ്മപുസ്തകം ഹാജരാക്കപ്പെടുകയാണ്. വജീഅ ബിൻ നബിയീൻ, സാക്ഷികളായിട്ട് നബിമാരെ കൊണ്ടുവരികയാണ്. വഖുലിയ ബൈനഹും ബിൽ ഹഖ്, അല്ലാഹു സത്യസന്ധമായി അവരുടെ ഇടയിൽ അതാ വിചാരണ നടത്തുകയാണ്. വഹും ലാ യുഗ്ലമൂൻ, അവർ ആക്രമിക്കപ്പെടുന്നതല്ല. ആരോടും റബ്ബ് അനീതി കാണിക്കുകയില്ല, ആരോടും ഒരക്രമവും കാണിക്കുകയില്ല.
അല്ലാഹു തആല അവരവരുടെ കർമ്മപുസ്തകങ്ങൾ ഹാജരാക്കും, നബിമാരെയും കൊണ്ടുവരും. സുഹൃത്തുക്കളെ, എന്നിട്ട് അല്ലാഹു ഹിസാബ് അങ്ങോട്ട് ആരംഭിക്കും. അല്ലാഹു നമ്മളെ ഹിസാബിൽ വിജയിപ്പിക്കട്ടെ. അല്ലാഹു ഹിസാബിൽ നമ്മളെ വിജയിപ്പിക്കട്ടെ. ആർക്കെങ്കിലും കർമ്മപുസ്തകം വലത് കയ്യിൽ കിട്ടിയാൽ അവര് ജയിച്ചു. ഒരിക്കൽ മഹദി ആയിഷ കരയുകയാണ്. നരകത്തെ പറ്റി പറഞ്ഞപ്പോ ആയിഷ ഉമ്മ കരയുകയാണ്. നബി തിരുമേനി ചോദിച്ചു, ആയിഷ എന്തിനാ നീ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ഉമ്മ ചോദിച്ചു, ഹൽ തദ്കുറു അഹ്ലക യൗമൽ ഖിയാമ, അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഖിയാമത്ത് നാളിൽ ഓർക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇൻദ സലാസതി മവാദിഅ, 3 സ്ഥലത്ത് ഫലാ യദ്കുറു അഹദുൻ അഹദാ, ആരും ആരെയും ഓർക്കുകയില്ല ആയിഷ. 3 സ്ഥലത്ത് ആരും ആരെയും ഓർക്കുകയില്ല. ഫലാ യദ്കുറു അഹദുൻ അഹദാ. ഒന്നാമത്തെ സ്ഥലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ദ തതായിരുൽ കുതുബി, ഓരോ മനുഷ്യന്റെയും കർമ്മപുസ്തകം നൽകപ്പെടുന്ന സമയത്ത് ആ കർമ്മപുസ്തകത്തിൽ എന്താണെന്ന് ജനങ്ങൾ ജിജ്ഞാസയോടുകൂടി അതാ ആ പുസ്തകം, ആ കിതാബ് ചിലർക്ക് അല്ലാഹു വലത് കയ്യിൽ കൊടുക്കും, ചിലർക്ക് പിന്നിലൂടെ അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് നമ്മുടെ കർമ്മപുസ്തകം വലത് കയ്യിൽ കിട്ടി സന്തോഷത്തോടുകൂടി അത് പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ സ്ഥലം വഇൻദൽ മീസാൻ, കർമ്മങ്ങൾ തൂക്കുന്ന മീസാന്റെ അടുക്കൽ. സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അസന്നിഗ്ധമായിട്ട് ഖുർആന്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ ഒരു മീസാൻ ഉണ്ട് കേട്ടോ. സാധാരണ തൂക്കുന്ന മീസാനല്ല, വലിയ തുലാസാണത്. നോക്കൂ, അതിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു വെച്ച് തൂക്കുന്നതാണ്. ചിലരൊക്കെ ഇത് സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട കേട്ടോ. ആധുനിക ലോകത്ത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ വരെ അളക്കാൻ മാപ്പിനികളില്ലേ? നമ്മുടെ ശരീരത്തിന്റെ ചൂടളക്കാൻ സംവിധാനങ്ങളില്ലേ? നോക്കൂ, എത്രയോ ശാസ്ത്രം മുന്നോട്ട് പോയി. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമാലുകൾക്കൊരു വെയിറ്റ് ഉണ്ട്, അത് തൂക്കാൻ അല്ലാഹുവിന് കഴിയും. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, നാളെ ഖിയാമത്ത് നാളിൽ തൂക്കുന്നത് ഹഖാണെന്ന് ഖുർആൻ. ഫമൻ സഖുലത് മവാസീനു, ആരുടെയെങ്കിലും തുലാസിൽ കനമുള്ള അമലുകൾ വന്നാൽ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് വിജയിക്കുന്നതാണ്. ഇനി ആരുടെയെങ്കിലും വമൻ ഖഫത് മവാസീനു ഫൗലായിക അല്ലദീന ഖസിറൂ അൻഫുസഹും, ആരുടെയെങ്കിലും തുലാസിൽ അവരുടെ കർമ്മങ്ങൾക്ക് വെയിറ്റ് ഇല്ലേ, അവരുടെ കർമ്മങ്ങൾക്ക് മൂല്യമില്ലെങ്കിൽ അവരുടെ ശരീരം പരാജയപ്പെട്ടത് തന്നെ. ആ സമയത്ത് ആയിഷ ആരും ആരെയും ഓർക്കില്ല ആയിഷ. മൂന്നാമത്തെ സ്ഥലം വഇൻദ സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ് ആയിഷ. എന്താ സിറാത്ത് മുഅ്മിനീങ്ങളെ? നോക്കൂ, മഹ്ശറയിലാണ് അതിന്റെ ഒരറ്റം, മറുഭാഗം സ്വർഗത്തിന്റെ മുന്നിലുമാണ്. അതിനെ അല്ലാഹു സ്ഥാപിക്കുന്നത് ജഹന്നമിന്റെ മുകളിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയാണ്. അദഖു മിനശ് ശഅർ, മുടിയേക്കാൾ സൂക്ഷ്മമാണത്. അലൈഹാ കലാലീബ്, 1000 വർഷം കയറ്റവും 1000 വർഷം സമതലവും 1000 വർഷവും ഇറക്കവുമുള്ള ആ പാലം, നരകത്തിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ട ആ പാലം കടക്കേണ്ടതുണ്ട്. അവിടെ വെച്ച് ആരും ആരെയും ഓർക്കുന്നതല്ല ആയിഷ. ഈ 3 ഘട്ടങ്ങളിൽ ആരും ആരെയും സ്മരിക്കുകയില്ല. അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. ആ പാലത്തിന്റെ ഇരുഭാഗവും കൂർത്തുമോർത്ത കൊളുത്തുകളുണ്ട്. ചില ആളുകൾ ആ പാലത്തിൽ കയറി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്
അതാ ഒരു മിന്നൽ പിണർ പോലെ മറുഭാഗത്തെത്തും. അതാ ചില ആളുകൾ മെല്ലെ മെല്ലെ മറുഭാഗത്തെത്തും. ചില ആളുകൾ ആ പാലത്തിൽ കയറേണ്ട താമസം അതാ കൂർത്തുമൂർത്ത മുള്ളുകളിൽ ഉടക്കി നരകത്തിലേക്ക് പതിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ.